ഹലോ, വെൽക്കം ബാക്ക്. ഇന്നത്തെ ദിവസത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എല്ലാവർക്കും സുഖമായിരിക്കും അല്ലേ? അൽഹംദുലില്ലാ, നമുക്കും മക്കൾക്ക് കൂടെ സുഖം തന്നെയാണ്, റാഹത്ത് തന്നെയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ വെള്ളിയാഴ്ചത്തെ വീഡിയോ ആണ് കേട്ടോ. ഇന്നലെ ഞാൻ വീഡിയോ ഇട്ടിട്ടില്ല, ചെറിയൊരു അസ്വസ്ഥത കാരണത്താൽ ഞാൻ വീഡിയോ ഇട്ടിട്ടില്ല കേട്ടോ. അപ്പോൾ ഇത് വെള്ളിയാഴ്ചത്തെ വീഡിയോ ആണ്. ഇന്നലെ ഞാൻ വൈകുന്നേരം ഒരു ഷോർട്ട് ഇട്ട് അങ്ങനെ അഡ്ജസ്റ്റ് ആക്കിയതാണ്. ഇന്നലെ ഞാൻ വീഡിയോ ഇട്ടിട്ടില്ലേനു. അപ്പോൾ ഒരു വെള്ളിയാഴ്ചത്തെ വീഡിയോ ഒക്കെ ഉണ്ടല്ലോ. അപ്പോൾ ഞാനും മക്കളും എല്ലാവരും കൂടി ഉണ്ടാകുമ്പോൾ അതും നമുക്ക് ഒരു പെരുന്നാളല്ലേ അല്ല. അപ്പോൾ എല്ലാവരും മക്കളും മക്കളെയും എല്ലാവരും കൂടി ഉണ്ടാകുമ്പോൾ നമുക്ക് അതൊരു പെരുന്നാൾ ഒരു ദിവസം പോലെ തന്നെയാണ്. ഒരു സന്തോഷം, ഒരു ഹാപ്പിയാണ്. ഇപ്പോൾ എന്തായാലും അൽഹംദുലില്ലാ ഹാപ്പിയാണ് കേട്ടോ. അങ്ങനെ എന്താക്കാരൊക്കെ കോഴിയിറച്ചിയും നെയ്ച്ചോറിൻ്റെ അരിയും പിന്നെ വെള്ളിയാഴ്ച ദിവസം വെച്ചിട്ടില്ലെങ്കിൽ ഇസ്ലാം ദീൻ ഇറച്ചിയും നെയ്ച്ചോറൊന്നും ഇല്ലെങ്കിൽ ഇസ്ലാം ദീൻ പുറത്താന്നൊക്കെ പറയുന്നത് കേൾക്കണം. നമുക്കിപ്പോൾ ഇവിടെ അങ്ങനെയാണ് കേട്ടോ. അവിടെ ഉണ്ടാകുമ്പോൾ നമുക്ക് അങ്ങനെ ഒന്നും അല്ലല്ലോ, എല്ലാം കണക്ക് തന്നെയല്ലേ. ഇപ്പോൾ ഇവിടെ ഉണ്ടാകുന്ന അങ്ങനെയാണ്. ഇവിടെ പിന്നെ എല്ലാവരും അങ്ങനെ തന്നെയാണ് കേട്ടോ. അടുത്തുള്ളവരെല്ലോ ഇങ്ങനെ അതന്നെ ചോദിക്കലും, മീൻ കിട്ടിക്കില്ലേ, ഇറച്ചിട്ടിക്കില്ലേ, ഇന്ന് വെള്ളിയാഴ്ച അല്ലേ, അങ്ങനെയൊക്കെയാണ് കേട്ടോ ചോദിക്കുകയും ചെയ്യുക. നമ്മൾ അത്യാവശ്യം അടുത്തുള്ളവരൊക്കെ ഏകദേശമൊക്കെ പരിചയപ്പെട്ട് ഇങ്ങനെ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ പിന്നെ എന്താക്കി പറഞ്ഞാൽ പിന്നെ ചിക്കനും ബീഫിനാണ് പോയത് വരും. അപ്പോൾ നോക്കും ബീഫ് ഇവിടെ രാവിലെ തന്നെ പോകണം ബീഫിന്, എന്നാലും മാത്രമേ ബീഫ് കിട്ടുള്ളൂ കേട്ടോ. അല്ലെങ്കിൽ ബീഫ് കിട്ടൂല, കുറച്ച് വേഗം പോയാലേ കിട്ടുള്ളൂ. അപ്പോൾ പിന്നെ ഇവിടെ മക്കൾക്കും തിരുപ്പതി ചിക്കൻ തന്നെയാണ്. എന്നാൽ ചിക്കൻ നമ്മളടുത്ത പോലെ 1 കിലോ 1/2 കിലോ അങ്ങനെ കിട്ടണമെന്നുണ്ടെങ്കിൽ പാനൂരിലേക്ക് പോകണം. ഇത് പിന്നെ എലാങ്കോട് ഇവിടെ 1 കോഴി പിന്നെ 2 കോഴി അങ്ങനെ നമുക്ക് എത്ര അനുസരിച്ചിട്ടില്ലേ കോഴി അങ്ങനെയാണ് ഇട്ടെടുക്കുക. അപ്പോൾ ഇവർ പോയിട്ട് എന്താക്കി ഒരു കോഴി വാങ്ങിയിട്ട് വന്ന്. അപ്പോൾ അത് അത്യാവശ്യം തന്നെ ഉണ്ടേനു. അപ്പോൾ അതിന് ഫ്രിഡ്ജൊക്കെ എടുത്തൊക്കാൻ നിന്നില്ല. എന്താ പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ഉച്ചക്ക് വെച്ചിട്ടുണ്ടെങ്കിൽ രാത്രിക്കൊക്കെ ഒരു നേരം തന്നെ ഭക്ഷണം ഉണ്ടാക്കുക കേട്ടോ. രാത്രിക്കൊക്കെ പിന്നെ വേറെ ഒന്നും ഉണ്ടാക്കുക അങ്ങനെയൊന്നുമില്ല, ഉണ്ടാവുമല്ലോ. പിന്നെ അതിന് ഞാൻ എന്താക്കിയറിയോ, കുറച്ചെടുത്തിട്ട് കുറച്ച് കബാബും ഉണ്ടാക്കുക, ബാക്കി കറിയും വെക്കാൻ കുറച്ച് ചാറോടെ തന്നെ വെച്ചിട്ടോ. അല്ലാണ്ട് ഗ്രേവി ആക്കിയിട്ട് വെച്ചിട്ടോ മസാല ആക്കിയിട്ട് വെച്ചിട്ടൊന്നുമില്ല. അത്യാവശ്യം എന്താക്കി പറഞ്ഞാൽ ചാറോടെ തന്നെ വെച്ചിനത് കേട്ടോ. അപ്പോൾ പിന്നെ എന്താക്കിയാൽ പിന്നെ ചോറും വെച്ച് നല്ല അടിപൊളി നെയ്ച്ചോറും വെച്ച് പിന്നെ യൂസ്ക പള്ളിയിൽ പോയിട്ട് യൂസ്ക്ക് പള്ളിക്ക് മോനും പള്ളിക്ക് പോയിട്ടുണ്ടായിന്. ഒരു പള്ളിക്ക് പോയിട്ട് വരുമ്പോഴത്തേക്ക് പിന്നെ ഉണ്ടാക്കിയാണ് അടിപൊളി നെയ്ച്ചോറും ചിക്കൻ കടായും പിന്നെ ഇപ്പോൾ ചിക്കൻ പൊരിച്ചതും പപ്പടവും ഇതൊക്കെ ഉണ്ടാക്കിട്ടോ. എന്നിട്ടിപ്പോൾ എൻ്റെ ഉമ്മ ഫോൺ വിളിച്ചാൽ പറയുന്നുണ്ട്, നിങ്ങളെ ഉമ്മാനെയും മക്കളെയും എല്ലാം കൂടി JCB കൊണ്ട് വരേണ്ടി വരുമോ അവിടെ നിന്ന് വലിച്ച് കൊണ്ടുപോകാനെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അത്യാവശ്യം അല്ലെങ്കിലേ വെയിറ്റ് അതിൻ്റെ ഇടയിൽ കൂടെ ഒന്നും കൂടി വെയിറ്റൊക്കെ കൂടി ആ ഒരു ലെവലിലായിന്. അപ്പം ഞാനിപ്പോൾ ഇക്കാനോട് ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നിൽക്കുകയാണ്, എന്തായാലും ഇവിടെ നിന്ന് ഏതാ വെച്ചാൽ ഇവിടെ ഇപ്പം നമ്മളെല്ലാവരും ഉണ്ടാകുമ്പോഴല്ലേ, ഇക്കാക്കും ഞങ്ങൾ ഉണ്ടാകുമ്പോൾ തന്നെയല്ലേ ഇങ്ങനെ ഫുഡാക്കി കൊടുക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഒരൊറ്റക്ക് ഉണ്ടാകുമ്പോൾ അത്രയല്ലേ ഉണ്ടാക്കുക. അപ്പോൾ ഞാനിങ്ങനെ ഇക്കാൻ പറയുന്നു, ഇവിടുന്ന് പോയിട്ട് ഇനി ഞങ്ങൾ ഫുള്ള് ഡയറ്റിങ്ങിലാണ്, ചായ കുടിക്കൂല, ചിക്കൻ മേടിക്കൂല, ബീഫ് മേടിക്കൂല അതൊക്കെ. അപ്പോൾ എൻ്റെ അടുത്തേക്ക് അപ്പോൾ നീ വീഡിയോ ഒക്കെ എന്താക്കും? ഞാൻ പറഞ്ഞാൽ എന്തെങ്കിലും ടൊപ്പി ചുരുട്ടിക്കില്ലേയും വയ്ക്കില്ല എന്നൊക്കെ. പിന്നെ പറഞ്ഞാൽ ഇവിടെ നേടി പുറത്തേക്ക് കീയാനുമില്ല, എനക്കായാലും മക്കൾക്കായാലും ഏടെ പുറത്തേക്ക് കീയാനും ഇല്ല കേട്ടോ. എന്താ പറയുക, നമുക്കിവിടെ അങ്ങനെ പരിചയമില്ല. അവിടെയാണ് പിന്നെ എല്ലാം നമ്മളെ തന്നെ അല്ലേ. അവിടെ മക്കളാരും പുരൻ്റെ ഉള്ളിൽ ഉണ്ടാവുകയെന്നില്ല, മൂത്തോള് മാത്രം ഉണ്ടാവും. എന്നാലും ഓൾ അത്യാവശ്യം ഉമ്മാൻ്റെ അടുത്തായാലും അപ്പുറമായാലും ഇപ്പുറമായാലും പോയി കൊണ്ട് വന്നുകൊണ്ടുണ്ടാവും. അല്ലാതെ ഇവിടെ ഇപ്പം നമുക്ക് ഏടി പോകാനും ഇല്ല. കുട്ടികളാണെങ്കിൽ തിരക്കൂട്ടുണ്ട് പോകാം. അങ്ങനെ പിന്നെ എന്തൊക്കെയൊക്കെ പള്ളിയിൽ പോയിട്ട് വരുമ്പോൾ പിന്നെ സിതു എന്താക്കിയാൽ മെരിൻഡോ ഉണ്ടെന്ന്, യോസ്ക എന്താക്കിയാൽ പെപ്സിയും 7up കൊണ്ടുവന്ന്. അപ്പോൾ ഒന്നും കൂടി റാഹത്തായിട്ട് പപ്പടവും പൊരിച്ച് അങ്ങനെ അൽഹംദുലില്ലാ മാഷാ അല്ലാ അടിപൊളിയായിട്ട് ചോറൊക്കെ കഴിക്കാൻ സിതു വന്ന് ഫാൻ്റെ കൂരിച്ചാൽ ചൂട് ഏതാ ചൂടിച്ചിട്ടാ, ചെറിയ ചൂടൊന്നുമല്ല. അങ്ങനെ പിന്നെ എന്താക്കി പറഞ്ഞാൽ ചോറ് കഴിക്കാനിരുന്നാണ് കേട്ടോ. അപ്പോൾ ഞാൻ വീഡിയോ എടുക്കുക എന്നേരം മറ്റവരൊക്കെ എണീച്ച് പോയി, സിഫ്നിയും സിതുമൊക്കെ എണീച്ച് പോയി, ഹുസ്നി ഇരിക്കുകയാണ്. അങ്ങനെ ഇനി ഞാനൊക്കെ എന്തൊക്കെയാണ് എല്ലാവരും കൂടി ഇരുന്ന് ചോറൊക്കെ വെച്ച് നല്ല ഫുഡടിയാണ് ഇപ്പോൾ, ഒരു രക്ഷയില്ലാത്ത ഫുഡടി തന്നെയാണ് കേട്ടോ. പിന്നെ നിൽക്കാക്ക എങ്ങനെയാണ് അറിയാം, ഞാനും മക്കളും ഇനിയിപ്പോൾ എത്ര വെയിറ്റ് എടുത്ത് തിന്നും കൊണ്ട് നിൽക്കണം. എന്തെങ്കിലും ആയിട്ട് പീടിയെന്നായാലും കൊടുന്നും കൊണ്ടുണ്ടാവും. ഞങ്ങൾ വേണ്ട പറയും കൊണ്ടുവന്നാൽ തിന്നും ചെയ്യും കേട്ടോ. അങ്ങനെ ഇങ്ങനെ അൽഹംദുലില്ലാ എന്തായാലും റാഹത്തായിട്ട് പോകുന്നുണ്ട് മാഷാ അല്ലാ.
പിന്നെ നിങ്ങളൊക്കെ അതേപോലെ പിന്നെ എല്ലാ വീഡിയോയിലും പറയുന്നത് പോലെ തന്നെ കേട്ടോ, വീഡിയോ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ, ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അസ്സലാമു അലൈക്കും.